ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിസേറിയൻ ഡെലിവറി കഴിഞ്ഞവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നോർമൽ ഡെലിവറിയെ അപേക്ഷിച്ച് സിസേറിയൻ ഡെലിവറി കഴിഞ്ഞവർക്ക് റിക്കവറി ആയി വരാൻ കുറച്ചുകൂടി ദിവസങ്ങൾ വേണ്ടി വരുന്നതാണ്. സിസേറിയൻ കഴിഞ്ഞ് ആദ്യത്തെ ഒരു ദിവസം വയറിൻ്റെ ഭാഗം മുതൽ താഴേക്ക് മരച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് അപ്പോൾ വേദനയൊന്നും ഉണ്ടാവില്ല. മരവിപ്പ് മാറിക്കഴിഞ്ഞാണ് വേദന അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. വേദന കുറയാനുള്ള ഇഞ്ചക്ഷനൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. സിസേറിയൻ കഴിഞ്ഞവരെ മരവിപ്പ് മാറിക്കഴിഞ്ഞാൽ എഴുന്നേൽപ്പിച്ച് നടത്താറുണ്ട്. എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് വളരെയധികം വേദന ഉണ്ടാകാം. പക്ഷേ നടക്കാതിരിക്കരുത്. കാലിലെ രക്തയോട്ടമൊക്കെ കറക്റ്റായിട്ട് വരാനാണ് നിങ്ങളോട് നടക്കാൻ പറയുന്നത്. റൂമിലൂടെയൊക്കെ ചെറിയ രീതിയിൽ നടക്കാൻ ശ്രമിക്കണം. വേദന കാരണം നടക്കാതിരിക്കരുത്. എഴുന്നേൽക്കുമ്പോഴും തിരിഞ്ഞു കിടക്കുമ്പോഴും ഒക്കെ നല്ലപോലെ വേദന അനുഭവപ്പെടാം. നിങ്ങൾ നടക്കുന്ന സമയത്ത് റിലാക്സ് ആയിട്ട് നടക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ബ്രീത്ത് എടുത്തുകൊണ്ട് നടക്കുക. നിരപ്പായുള്ള ഫ്ലോറിലൂടെ നടക്കുക. എഴുന്നേൽക്കുമ്പോഴൊക്കെ ആരുടെയെങ്കിലും സപ്പോർട്ട് തേടാവുന്നതാണ്. ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയം മലർന്നു കിടന്നുകൊണ്ട് എഴുന്നേൽക്കാതെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്ന് പതിയെ കൈ കുത്തി വളരെ സാവധാനം എഴുന്നേൽക്കുക. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ പരമാവധി എഴുന്നേറ്റിരുന്ന് പാല് കൊടുക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നല്ല ശ്രദ്ധയോടെ വേണം കുഞ്ഞിന് പാല് കൊടുക്കാൻ. കുഞ്ഞിൻ്റെ തരിപ്പിൽ പോവാതെ ശ്രദ്ധിക്കണം. ഇരിക്കാറൊക്കെ ആകുമ്പോൾ നടുവിനൊരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം ഇരിക്കാൻ. അതായത് ഒരു തലയണയൊക്കെ വെച്ച് സപ്പോർട്ട് കൊടുത്തിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് നടുവിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ സ്റ്റിച്ച് ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടാകും. ഡോക്ടർ ആ പ്ലാസ്റ്റർ റിമൂവ് ചെയ്തതിന് ശേഷം ചിലരോട് കുളിച്ചോളാൻ പറയാറുണ്ട്. പിന്നെയുള്ള ഒരു ഡൗട്ടാണ് സിസേറിയൻ കഴിഞ്ഞവർക്ക് പ്രസവ ശുശ്രൂഷകൾ എപ്പോൾ മുതൽ ചെയ്യാമെന്നുള്ളത്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുന്നതിന് മുൻപ് നിങ്ങൾ ഡോക്ടറോട് ഇതിനെക്കുറിച്ച് നിർബന്ധമായും ചോദിച്ച് മനസ്സിലാക്കുക. എത്ര ദിവസം മുതൽ കുഴമ്പ് തേച്ച് കുളിക്കാം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. കുളിക്കുന്ന സമയത്ത് സ്റ്റിച്ചിൻ്റെ ഭാഗം നനയുന്നത് കൊണ്ട് കുഴപ്പമില്ല. കുളി കഴിഞ്ഞ് സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് നനവിരിക്കാതെ സൂക്ഷിക്കണം. ഒരു തുണി ഉപയോഗിച്ച് നനവ് ഒപ്പിയെടുത്താൽ മതി. സ്റ്റിച്ചിൻ്റെ ഭാഗം എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റിച്ചിൽ കുഴമ്പോ അല്ലെങ്കിൽ നനവൊക്കെ ഇരുന്ന് ഇൻഫെക്ഷൻ ആവാതെ നോക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പുരട്ടാനും ശ്രദ്ധിക്കണം. പിന്നെയുള്ള ഡൗട്ടാണ് സിസേറിയൻ കഴിഞ്ഞാൽ വയറ് മുറുകി കെട്ടാമോ എന്നുള്ളത്. ഇതിനെക്കുറിച്ചും ഡിസ്ചാർജ് ആവുന്നതിന് മുൻപ് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. തുടക്കത്തിൽ വയറ് കെട്ടുമ്പോൾ ഒരുപാട് ടൈറ്റ് ആയിട്ട് കെട്ടാതെ നോക്കുക. ഒരു 1.5 മാസത്തിന് ശേഷമൊക്കെ ടൈറ്റ് ആയിട്ട് കെട്ടുന്നതാണ് നല്ലത്. സിസേറിയന് ശേഷം ചുമയൊക്കെ ഉണ്ടായാൽ വെച്ചുകൊണ്ടിരിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങേണ്ടതാണ്. ചുമയ്ക്കുന്ന ടൈമിൽ സ്റ്റിച്ചിന് പ്രഷർ വരുന്നതാണ്. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ കാണാതെ ഒരു കാരണവശാലും മരുന്നുകൾ സ്വയം വാങ്ങി കഴിക്കാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നതാണ്. ഡെലിവറിക്ക് ശേഷം ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മലബന്ധം ഉണ്ടായാൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ കുറച്ച് പ്രഷർ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ പ്രഷർ സ്റ്റിച്ചിനും പ്രഷർ ചെലുത്താം. മാത്രമല്ല മലബന്ധം ഉണ്ടാകുമ്പോൾ പൈൽസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 2 മാസം വരെയെങ്കിലും വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. കുഞ്ഞിനെ പോലും അധിക സമയം എടുത്തുകൊണ്ട് നടക്കാതിരിക്കുന്നതാണ് നല്ലത്. സി സെഷൻ കഴിഞ്ഞവർ സ്റ്റെപ്പുകളൊന്നും കയറി ഇറങ്ങാതെ നോക്കുക. സിസേറിയന് ശേഷം 3 മാസമെങ്കിലും റെസ്റ്റ് എടുക്കുക. ഒരു 2 മാസം വരെയെങ്കിലും നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. കുനിഞ്ഞു നിവർന്നുള്ള പണികളൊന്നും ചെയ്യാൻ പാടില്ല. സിസേറിയൻ കഴിഞ്ഞവർ ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങുന്നതാണ് നല്ലത്. കമിഴ്ന്ന് കിടക്കുമ്പോഴും സ്റ്റിച്ചിന് പ്രഷർ വരാം. കിടക്കുന്ന സമയത്ത് നീണ്ടു നിവർന്ന് കിടക്കാൻ ശ്രദ്ധിക്കുക. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിൻ്റെ ഉറക്കത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഉറക്കവും. കുഞ്ഞിന് രാത്രി ഉറങ്ങാൻ മടിയൊക്കെയാണെങ്കിൽ നിങ്ങളുടെ രാത്രിയിലെ ഉറക്കവും പോകുന്നതാണ്. ഉറക്കക്കുറവ് അനുഭവപ്പെടുമ്പോൾ നിങ്ങളിൽ ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാവാം. നിങ്ങളിൽ ഡിപ്രഷൻ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞ് ഉറങ്ങുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയം പോലെ തന്നെ ഡെലിവറിക്ക് ശേഷവും ഭക്ഷണ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഡിസ്ചാർജ് ആയതിന് ശേഷം ഡോക്ടർ ഒന്നുകൂടി ഒന്ന് കാണാൻ വരാൻ പറയാറുണ്ട്. ഡോക്ടർ പറയുന്ന ദിവസം കറക്റ്റായിട്ട് ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കണം.
പിന്നെയുള്ള ഒരു ഡൗട്ടാണ് എപ്പോൾ മുതൽ എക്സസൈസ് ചെയ്ത് തുടങ്ങാം എന്നുള്ളത്. അതും ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് തന്നെ എപ്പോൾ മുതലാണ് തനിക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാവുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങളുടെ സ്റ്റിച്ചിൽ വേദന കുറയുന്നില്ല, സഹിക്കാൻ കഴിയാത്ത രീതിയിൽ വേദനയുണ്ട്, പഴുപ്പൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.